എല്ലാവർക്കും ഓഫ് ക്യാമ്പസ് 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ മുൻപുള്ള പാർട്ടുകളുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് കാണാത്തവർ ആ ക്ലാസ്സുകൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഈ ഭാഗം കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ് ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ഇത്രയും പാഠഭാഗങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഹിമാലയത്തെക്കുറിച്ചാണ്. സെൻട്രൽ ഹിമാലയാസ്. The part of Himalayas from rivers Kali to river Teesta is the Central Himalayas. It is known as also as the Nepal Himalaya. Since the majority of the region falls in Nepal, on the western Sikkim and Darjeeling region of Central Himalayas are in India. The world's highest peak, Mount Everest in Nepal, Mount Kanchenjunga and Nadula Pass along the India-China border are located in this region. മധ്യ ഹിമാലയം. കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളാണ്. Next part, Eastern Himalayas. These are low hillsides compared to Western Himalayas, extending from river Teesta to river Brahmaputra in the east. This is also known as Assam Himalayas. The highest peak in this region is Namcha Barwa. Brahmaputra, Kameng, Lohit and Subansiri are the important rivers in the eastern Himalayan region. The Bomdila, which connect Arunachal Pradesh with Lhasa, the capital city of Tibet, and Thimphu, which connect with Myanmar, are important passes in this region. നമുക്ക് പരിശോധിക്കുന്നത് ഈസ്റ്റേൺ ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായിട്ടുള്ള കിഴക്കൻ ഹിമാലയം ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസാം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംച ബർവ. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിലെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോണ്ടില, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ടിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളുമാണ്. നെക്സ്റ്റ്, പൂർവാഞ്ചൽ ഹിൽസ്. The Himalaya mountains are seen as hills of lesser elevation in north-south direction from Arunachal Pradesh up to Mizoram. These hills having an average elevation from 500 to 3000 meters above sea level known as Purvachal Hills. Of these, the most important are the Padkayambam, the Naga Hills, the Mizo Hills and Manipur Hills. Cherrapunji, as the Mountain Ram located here, received the highest rainfall in the world. പൂർവാചൽ ഹിൽസ് അഥവാ പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പട്കായമ്പം, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറാം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത നമുക്ക് ഈ പാഠഭാഗത്തിൽ ഈ ഹിമാലയ പർവ്വതത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് ക്ലൈമറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഹിമാലയൻ ക്ലൈമറ്റ്. The climate of the Himalayan mountains zone varies according to the elevation and the topography of the respective part of the region. Mild climate prevails along the lower mountain slopes and the Shivalik foothills. Southwest monsoon rains are received along the southern slopes of the Shivalik ranges and the northeastern India. Snowfall is common in the higher region of these mountains. ഹിമാലയത്തിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മളിവിടെ പരിശോധിച്ചത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കുമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും കണ്ടുവരുന്നത്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണവുമാണ്. ഡ്രെയിനേജ് സിസ്റ്റം. ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര rivers along with their tributaries create the Himalayan drainage system. These rivers create landforms such as V-shaped valleys, gorges and waterfalls. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിമാലയൻ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷകനദികളും ചേർന്നതാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം അഥവാ ഹിമാലയൻ നദികൾ. ഈ നദികൾ പർവ്വതഭാഗങ്ങളിൽ വീരൂപതാഴ്വരകളും ഗിരികന്ധരങ്ങളും വെള്ളച്ചാട്ടങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഹിമാലയൻ നദികളെക്കുറിച്ച് പഠിച്ച സമയത്ത് ഇവിടെ ഹിമാലയ നദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമുണ്ട്. ദ ഹിമാലയൻ റിവേഴ്സ് ആർ ഫ്ലഡ് പ്രോൺ ഈവൻ ഡ്യൂറിങ് സമ്മർ. വൈ? വേനൽക്കാലത്തും വെള്ളപ്പൊക്ക സാധ്യതയുള്ളവയാണ് ഹിമാലയ നദികൾ എന്തുകൊണ്ട്? അഥവാ വേനൽക്കാലത്താണ് ഹിമാലയ നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറ്, അതെന്തുകൊണ്ടാണെന്ന്. അതിനുത്തരം, as these rivers are rainfall and snow-fed, there are perennial throughout the year. വർഷം മുഴുവൻ ഹിമാലയ നദികളിൽ മഴക്കാലത്ത് മഴവെള്ളവും വേനൽക്കാലത്ത് ഹിമാലയത്തിലെ മഞ്ഞുരുകിയ ജലവുമുള്ളതുകൊണ്ടാണ് വർഷം മുഴുവൻ ഹിമാലയ നദികളിൽ ജലസാന്നിധ്യം ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. മഴക്കാലത്ത് മഴവെള്ളവും വേനൽക്കാലത്ത് ഈ ഹിമാനികളൊക്കെ ഉരുകിയിട്ടുള്ള ജലം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളിൽ നിറയുന്നതുകൊണ്ടാണ് ഹിമാലയ നദികളിൽ വേനൽക്കാലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ദ ഹിമാലയൻ റിവേഴ്സ് സിസ്റ്റം. പേജ് നമ്പർ 22, ഫിഗർ 1.19. ഫസ്റ്റ് റിവർ സിന്ധു. River Indus, originating from Bokarchu Glacier near the Manasarovar Lake and its tributaries are the important drainage system of northwestern Himalaya. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷകനദികളുമാണ് വടക്കു പടിഞ്ഞാറ് ഹിമാലയത്തിൻ്റെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. Second river, Ganga. River Ganga, originating from the Gangotri glaciers in Gwamuk and its tributaries such as Yamuna, Ghagra, Gandak, Koshi, etc., are the important rivers of Uttarakhand and Nepal. ഗംഗാ നദി. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷകനദികളായിട്ടുള്ള യമുന, ഘാഗ്ര, ഗണ്ഡക്,
കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. The third river, Brahmaputra. River Brahmaputra originating from Chamayungdung glaciers near Manasarovar Lake and its tributaries such as Debang, Lohit, Manas, etc. are the drainage system of this eastern Himalaya. ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ് പറഞ്ഞത്. മാനസരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷകനദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ ക്ലാസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടു കൂടി, പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന മാപ്പിൻ്റെ സഹായത്തോടു കൂടി മാത്രം പഠിക്കുവാൻ ശ്രദ്ധിക്കുക. മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള നദികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിമാലയത്തിലെ ഭാഗങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു എപ്പിസോഡോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതാണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാനത് സെൻഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ പാഠം ഒരിക്കൽ കൂടി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക് യു ആൾ.